ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നാൻസി ഒരു ആലിയാക്കട്ട് കുർത്തി ചെയ്തോണ്ടിരിക്കുവാണ്. അതൊരു ഗർഭിണിക്കുള്ളതാട്ടോ. തലേ ദിവസം അതിന്റെ മെയിൻ പരിപാടികളെല്ലാം തീർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കാണ് ബാക്കി അലക്കുള്ളത്. കാരണം രാത്രി ആയിട്ടുണ്ട്. പാതിരാത്രി ആയപ്പോൾ പിന്നെ അത് അവിടെ നിർത്തി. ഇവളുടെ പരിപാടി ഇങ്ങനെയാട്ടോ. അവർക്ക് ഇങ്ങനെ മുഹൂർത്തത്തിന് തയ്ച്ചാലേ ഒരു സുഖം വരുള്ളൂ കേട്ടോ. ഒരു ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് തയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുള്ളിക്കാരത്തി തണുത്തുറങ്ങിയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത് തന്നെ ഇവൾ എന്തെങ്കിലും ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ അവളൊന്നും ചെയ്തില്ല. അങ്ങനെ തുടങ്ങിയ ഒരു വ്ളോഗാട്ടോ ഇത്. അങ്ങനെ ആ ആള് 10 മണിക്ക് വരും, റെഡിയായോന്ന് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കാണ് എന്നാ വേഗം അതിന്റെ അലുക്കുലത്ത് പരിപാടികൾ കുറച്ച് അടിമടക്കി അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തോണ്ടിരിക്കുക. നല്ലൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ. അപ്പൊ ജേസനും കൊച്ചും കിടന്ന് നല്ല ഉറക്കമാണ്. മണി 10 മണിയായിട്ടുണ്ട്. നല്ല മഴയാണ്. തലേ ദിവസം അവൾ എന്നെ ഉറക്കിയിട്ടേ ഇല്ല. അവർക്ക് ജലദോഷം എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട ഒരു പരിപാടിയാണല്ലോ. ജലദോഷം വന്നാൽ മൂക്കടകല്. പിള്ളേർക്ക് പ്രത്യേകിച്ച് അവർക്ക് കിടന്നുറങ്ങാനോ ഭയങ്കര അസ്വസ്ഥതയാണല്ലോ. അതുകൊണ്ട് എൻ്റെ ഒരു ദിവസം പോയി കിട്ടി. രാത്രി കണക്കായിരുന്നു. നാൻസി രാവിലെ എണീറ്റ് കടലക്കറിയും ഗോതമ്പ് കൂട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി പകുതിക്ക് വെച്ചാണ് ഞാൻ പറഞ്ഞത്, നാൻസി മെസ്സേജ് വന്നിട്ടുണ്ട് 10 മണിക്ക് ആളിപ്പോൾ വീട്ടിൽ വരും എന്ന് പറഞ്ഞപ്പോൾ വേഗം അവള് അത് നിർത്തിയിട്ട് പോയതാണ്. പിന്നെ കടലക്കറിക്ക് ഇച്ചിരി എരിവുണ്ട്, അതെന്തെങ്കിലും കാണിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ വന്നിട്ട് ഇച്ചിരി തേങ്ങ അരച്ചങ്ങോട്ട് ചേർത്ത്. അത് ചേർത്തിട്ടും വലിയൊരു എരിവ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ചെയ്തില്ല എന്ന് വേണ്ട എന്ന് കരുതി ഞാൻ കലക്കി ചേർത്തതാണ്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും നാൻസി കുറച്ച് ലേസ് ഒക്കെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നേ. ഇതുപോലെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചതാണ്. ഒരുപാട് യൂസ് ചെയ്ത് ഈ ലേസ് കേട്ടോ. നല്ല രസമുള്ളതാണ്. എന്താ അതിന്റെ പറയുക, ക്രോഷേ ലേസ് ആണ് ഇത്. നല്ല കൊരങ്ങിനെ പോലെ ഇരിപ്പുണ്ട്. എടി ഇത് വേഗം ലൈനിങ് വാങ്ങിച്ചിട്ട് വരാന്ന്. ഇല്ല, ടോപ്പ് മാത്രമല്ലേ കൊണ്ടുവന്നുള്ളൂ. നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് വീട്ടിലിരിപ്പുണ്ട് കേട്ടോ തയ്ക്കാനായിട്ട്. അതിനൊക്കെ ലൈനിങ് വേണം. ഇത് കുറെ നാൾ മുന്നേ കൊണ്ടുവന്ന് വെച്ചതാണ്. അയാൾ കൊണ്ടുവന്ന് തരുമ്പോൾ ഗർഭിണിയല്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ തുണി ഇരുന്നപ്പോൾ ആൾ ഗർഭിണിയായിരിക്കുവാണ്. അപ്പൊ ഇത് തയ്ക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആശയക്കുഴപ്പത്തിലിരിക്കുവായിരുന്നു. പ്രസവമൊക്കെ കഴിയുമ്പോൾ ഇനി വണ്ണം വെച്ചാലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല, തയ്ച്ചൊരു ലേശം സ്ഥലമൊക്കെ ഇട്ട് ഇടമൊക്കെ ഇട്ടങ്ങ് തയ്ച്ചേക്കാൻ പറഞ്ഞ്. അപ്പൊ അതിനുള്ള ലൈനിങ് വാങ്ങണം. പിന്നെ ഇത് എമർജൻസി ആയിട്ട് ഒരെണ്ണം കൊടുക്കേണ്ടതാട്ടോ. എന്റെ കൂട്ടുകാരുടെ കുഞ്ഞിന്റെ 1ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം ഭാര്യയും ഭർത്താവും കുഞ്ഞും ഒരേപോലത്തെ മെറ്റീരിയൽ ആട്ടോ. അപ്പൊ ഇതുകൊണ്ട് തന്നെ കുഞ്ഞിനൊരു കുട്ടി കുർത്തയും കൂടെ തയ്ക്കണം. അതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നൊന്നും നാൻസിക്ക് അറിയത്തില്ല. അതൊക്കെ അങ്ങനെയോ ഒപ്പിച്ചെടുക്കും. കുഞ്ഞു കൊച്ചല്ലേ, എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഈ ആണെങ്കിൽ ആദ്യമേ ഒരുങ്ങി വണ്ടിയിൽ കയറി നിൽക്കുവാണ്. ഇവളെ കൊണ്ട് തുണിക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലട്ടോ. നമ്മളെ കൊണ്ട് ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. അവൾ ആ പ്രതിമേനെ ഒന്തിയിടും, എല്ലാത്തിൻ്റെയും മുതുകത്ത് കയറി നടക്കും. അതുകൊണ്ട് പിന്നെ ഇത് ലൈനിങ് മാത്രം മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് അവളെ കൊണ്ട് കൊണ്ടുപോകണത്. ആ കുപ്പിയിൽ ഒരു ഇച്ചിരി ഡീസൽ വാങ്ങണം. കുറച്ചധികം വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് ഇവിടെ കത്തിക്കാനുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ പിന്നെ അവർ കൊണ്ടുപോകുള്ളൂല്ലോ. ബാക്കിയുള്ള നമ്മളെ അടിച്ചു തൂത്ത് വരുന്ന നമ്മൾ കഴിക്കാനൊക്കെ മേടിക്കണതിൻ്റെയൊക്കെ പേപ്പർ വേസ്റ്റും വേസ്റ്റ് ബോർഡും അങ്ങനത്തെ കുറച്ചധികം സാധനങ്ങൾ കത്തിക്കാനുണ്ട്. മഴ തുടങ്ങിയ ശേഷം കത്തിച്ചിട്ടില്ല. അതൊക്കെ ഒന്ന് കത്തിക്കണം. അപ്പൊ ഞങ്ങൾ കടയിലെത്തി. ലൈനിങ്ങിന്റെ സെക്ഷൻ പൊക്കത്താണ് കേട്ടോ. പൊക്കത്ത് വന്നിട്ട് അവള് നിൽക്കണില്ല. അവളെ പറപ്പിച്ചോണ്ടിരിക്കുവാൻ നാൻസിനെ. പിന്നെ കളറല്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കിയിട്ട് സെറ്റാക്കുവാണ് കേട്ടോ. ഇവളുടെ പുറകെ നടന്ന് നമ്മൾ ക്ഷീണിച്ചു പോകും കേട്ടോ. കാരണം കുഞ്ഞു കൊച്ചല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. പക്ഷെ ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും. പിള്ളേരെ നോക്കാൻ ഭയങ്കര പാടാണ്. എൻ്റെ പൊന്നെ, എനിക്ക് മതിയായിട്ടിരിക്കുകയാണേ. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാൻ മേലാണ്ട് കിയ ഇങ്ങനെ നടക്കുവാണ്. കസേരയിൽ ഇരിക്കണോ, നടക്കണോ, ഓടണോ ഉണ്ട്. അവസാനം അവിടെ നിന്ന് ഒരു തോക്കും എടുത്ത് കൈ പിടിച്ച് ഇവളെ കൊണ്ടുവരാൻ പോയത് കൊണ്ട് എൻ്റെ 160 രൂപ പോയെന്ന് പറഞ്ഞാൽ മതി. പിന്നെ നോക്കിയപ്പോൾ 399 രൂപയ്ക്ക് ചുരിദാർ സെറ്റ്. ഈ ഒരു നിറം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. പക്ഷെ നമ്മൾ തുറന്നൊക്കെ നോക്കി ഇത് എന്തുവാ മെറ്റീരിയൽ, വിചിത്ര സിൽക്കിൽ ഫുൾ സെറ്റ് വന്നതാണ്. ബോട്ടം പോർഷൻ വേറെ എന്തോ ഒരു മെറ്റീരിയലാണ്. അപ്പൊ അമ്മയ്ക്ക് എടുത്താലോ എന്നും കരുതി ഞങ്ങൾ നോക്കിയതാണേ. തുറപ്പിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഷോൾ ഇട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഷോൾ ഒരു തോർത്തുമുണ്ട് ഇടുന്ന പോലെ ഇരിക്കും. ഇച്ചിരിയും കൂടെ ഒക്കെ വണ്ണക്കുറവ്. നാൻസി ഇട്ടപ്പോൾ തന്നെയാണെങ്കിലും അറ്റപ്പറ്റയാണ്. അപ്പൊ അമ്മയ്ക്ക് ഇത്തിരിയും കൂടി വണ്ണം ഉള്ളത് കൊണ്ട് അമ്മ ഇടുമ്പോൾ ഒട്ടും തികയില്ല. അതുകൊണ്ട് നമ്മൾ അതവിടെ വെച്ചു. ഞാനൊരു കൊറിയൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ കിൻഡർ ജോയ് കാണല്ലേ, അതിന് മുന്നേ ഞാനൊരു 5 രൂപയുടെ മിഠായി കൊടുത്ത് അവളെ പറ്റിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. ഇവളുടെ അപ്പനുമായിട്ട് വന്നെയെന്നുണ്ടെങ്കിൽ അവള് കാണിക്കണ എല്ലാം പുള്ളിക്കാരൻ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ ഉണ്ടായിപ്പാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം അതിനകത്ത് ചേർക്കുന്നില്ല. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കണം കേട്ടോ.
2 മുട്ടയും ഈ കുരുമുളകും ഉപ്പും ഇതെല്ലാം കൂടി നമ്മൾ നമ്മുടെ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അടിച്ച് പതപ്പിച്ച് വെക്കണം. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ ഒരു കൂട്ടർ തയ്ക്കാൻ വന്നത് കേട്ടോ. ഇവർക്ക് 2 പേർക്കും ഇവരുടെ പെരവാസ്തോലിയാണ് വീടിന്റെ. അപ്പൊ 2 പേർക്ക് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. മെറ്റീരിയൽ മേടിച്ചോണ്ടോന്നാണ്. മൂത്ത ആൾക്ക് ധാവണിയും ഇളയ ആൾക്ക് ആ സെയിം അതുപോലത്തെ മെറ്റീരിയൽ കണ്ടോ അപ്പുറത്തിരിക്കണം കണ്ടില്ലേ, 2 മെറ്റീരിയൽ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസും പാവാടയും വാങ്ങണം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ 7-ാം തീയതി കൊടുക്കേണ്ടതാണ്. അപ്പം നാൻസിക്ക് ഇന്ന് മുതൽ നാൻസി ഓട്ടത്തിലായിരിക്കും. 7-ാം തീയതി വരെ നാൻസിയുടെ വെപ്രാളം ഞാൻ വ്ളോഗ് എടുത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. ഇത്ര ദിവസം ആടിപ്പാടിയിരുന്നേ. അങ്ങനെ ഇതൊക്കെ എടുത്ത് ഇവിടെ വെക്കുക എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. നമുക്ക് സ്ഥലമില്ല ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അതെല്ലാം അവർ കൊണ്ടുവന്ന പോലെയൊക്കെ അടുക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. വിശന്നൊരു രക്ഷയില്ലാണ്ടിരിക്കട്ടെ. വൈകുന്നേരം ആകാൻ നേരത്ത് എന്തെങ്കിലും ഒന്ന് തിന്നേ പറ്റുള്ളൂ. ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എങ്ങനെയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ ഭയങ്കര വിശപ്പാണ്. വൈകുന്നേരം ആകുമ്പോൾ കുടവേറൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, വിശന്നിട്ട് പാടില്ല. എനിക്കാണെങ്കിൽ ഈ മൈഗ്രെയിന്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് എന്റെ പൊന്നെ വയറങ്ങാനും വിശന്നിട്ടുണ്ടല്ലോ, വയർ വിശന്നാ തലക്കിളകും. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് എനിക്ക് ചില ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, എന്നാലും ഞാൻ അഡ്വാൻസ് കഴിക്കും. അഡ്വാൻസ് കഴിച്ചില്ലെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസമേ പോകാം. സത്യം പറഞ്ഞാൽ 3 വർഷമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കുഞ്ഞിന് 3 വയസ്സായി. ഇപ്പോഴും അവളുടെ ഉറക്കം റെഗുലർ അല്ല, തോന്നിയ പോലെയാണ്. അപ്പം നമ്മുടെ പരിപാടിയിലോട്ട് ഒന്ന് കിടക്കുകയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓംലേറ്റും വെക്കുക, അതിൻ്റെ പുറമെ ഒരു ചീസും വെക്കുക, പിന്നെ മയണൈസും കച്ചപ്പും കൂടി വെച്ചാൽ ഓക്കെ. സൂപ്പർ. ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല. എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതിലും സൂപ്പർ. അതിന് കട്ട്ലേറ്റ് വേണം. ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നമാണ് ഈ പെണ്ണിന് ഏത് നേരം ഫ്രിഡ്ജ് തുറക്കാനാണ്. ഫ്രിഡ്ജ് തുറക്കാതെ അടയ്ക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഈശ്വര അത് ഇപ്പം അതിന്റെ ഡോറ് പറിച്ചെടുക്കുമെന്ന് നമ്മൾ വിചാരിക്കും. ഈ ഫ്രീസറിൽ നിന്നൊക്കെ ഈ പുക വന്നെ കാണാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ നാൻസി ആണെങ്കിൽ ഈ ഐസ് തീറ്റ അവളെയും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവൾ ഐസ് തിന്നണ സമയത്ത് തന്നെ അവളെ മുന്നിൽ നിൽക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ വാർഡിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത് മാംഗോ ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞു. മാംഗോ ഫെസ്റ്റിവലോ എന്നാ ഒന്ന് കാണാൻ പോയാൽ എന്താണല്ലോ എല്ലാവരും തുണിയൊക്കെ മാറി നിൽക്കുമല്ലേ. അവിടെ ചെന്നപ്പോഴാണ് അത് ഉദ്ഘാടനം മാത്രമേ ആയിരുന്നുള്ളൂ. ഞങ്ങളാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള അമ്മയുടെ കൂട്ടുകാരത്തിന്റെയും കൂടി കഞ്ഞു കുടിക്കാൻ പോയ മെർലിയാന്റിന്റെയും കൂടി വിളിച്ചു കണ്ട് വന്നതാണ്. അവസാനം ഉദ്ഘാടനം നടത്തിയേ ഉള്ളു. പോയി മൂടേ പോയി. അവൻ മര്യാദക്ക് വീട്ടിലിരുന്ന ആൾക്കാരെ മഴയത്തിറങ്ങിട്ടതേ കയറി നിൽക്കുവാണ്. ഭയങ്കര പെരുത്ത മഴ. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് രാത്രിയിൽ എന്ത് കഴിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ശരിക്കും പറഞ്ഞാൽ മുഖഭാഗം അടുക്കളയിൽ കിടക്കാനുള്ള സമയമേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞങ്ങൾ കുറെ കണ്ണടച്ചങ്ങോട്ടിരിക്കും കേട്ടോ. പിന്നെ അന്നാണ് എനിക്ക് ഭയങ്കര ഗ്യാസ്. 2 ദിവസമായിട്ട് ഭയങ്കര നെഞ്ചരിച്ചില്. ഇത് ജെസ്സിയമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് എൻ്റെ അമ്മ. ഇത് ശർക്കര വെള്ളത്തിൽ നമ്മുടെ ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടും. എന്നിട്ട് നമ്മുടെ നെല്ലിക്ക വെറുതെ അങ്ങോട്ട് ഉപ്പിലിട്ട് വെക്കണ പോലെ വെക്കുന്ന സാധനമാണ്. ഇത് കുറച്ചൊരു 3-4-5 വർഷം കഴിയുമ്പോൾ ഒരു കഷായം പരുവത്തിലാകും കേട്ടോ. ഇത് കഴിച്ചാൽ ഭയങ്കര സുഖമാണ്. നമുക്ക് ഗ്യാസിന്റെ ആ ഒരു വിഷമയമേ മാറി കിട്ടും. എനിക്കാണെങ്കിൽ നെഞ്ചരിച്ചില്ല, ഗ്യാസ് അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇത് മുഴുവൻ ഊറ്റി വെച്ചേക്കുവാണ്. ഇത് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ശർക്കര വെള്ളം. അത് മുഴുവൻ കുടിച്ച് എല്ലാവരും തീർത്ത് അവസാനം നെല്ലിക്ക മാത്രമാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് കുടിക്കുമായിരുന്നു. ഒരുപാടൊന്നും അല്ല, ഇതുപോലെ ഭയങ്കര വിഷമം വരാൻ നേരത്ത് സത്യം പറഞ്ഞാൽ മടിയാണ്. ഈ കുപ്പിയൊക്കെ തുറന്നെടുത്ത് ഇത് കുടിക്കാൻ മടിയാണ്. പക്ഷെ ആ ഒരു വിഷമം വരാൻ നേരത്തെ ഇത് കുടിച്ചുമ്പോൾ നല്ല ആശ്വാസം. അങ്ങനെ പനീർ ബട്ടർ മസാല റെഡി ആവുന്നുണ്ട്. ഇതെന്താ പറ? ചപ്പാത്തി. നാൻസിക്കാണെന്നുണ്ടെങ്കിൽ ഈയിടെയായിട്ട് ഭയങ്കര സിനിമ ഭ്രാന്ത് കയറിയിരിക്കുവാണ്. ഏതൊക്കെയോ പണ്ടത്തെ സിനിമയൊക്കെ ഇരുന്ന് കാഴ്ചയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അങ്ങനെ പിറ്റേ ദിവസമായി കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ ബാങ്കിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും ബാങ്കിൽ പ്രവർത്തനം ആയിട്ടില്ല. ഞാൻ ഭയങ്കര പതിവിലും രാവിലെ ആയിപ്പോയി വന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഈ ജനലും സാധനമൊക്കെ വെക്കാനായിട്ട് പണിക്കാർ വന്നിട്ടുണ്ട്. അപ്പം അവർ നോക്കിയപ്പോഴാണ് നമ്മുടെ ഈ ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്യുമല്ലോ ജനലിൽ, അതിന് വെക്കണ റീപ്പ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു ചെറിയൊരു വടി പോലത്തെ ഈ ഐറ്റം. ഇത് അവര് തെറ്റായിട്ടാണ് ഇന്നലെ കയറ്റി വിട്ടത്. അതുകൊണ്ട് ബാക്കിയും കൂടി പോയി വാങ്ങണം. ബില്ലൊക്കെ കാണിച്ച് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ല, ബാക്കിയും കൂടി വേണമെന്ന്. അങ്ങനെ ഞാൻ ഭീഷണിപ്പെടുത്തി മേടിച്ചോണ്ട് വന്നേക്കുവാണ്. ഇത് എങ്ങനെ ഞാൻ കൊണ്ടുപോകുന്നുള്ള ആശങ്കയിലായിരുന്നു. എന്നിട്ട് ഞാൻ നെടുന്തൂണ് പോലെ എന്റെ നടക്കി ഇങ്ങനെ കൈ പിടിച്ചോണ്ടാ വന്നത് വണ്ടിയിൽ. ആൾക്കാർ പോണവരും വന്നവരൊക്കെ നോക്കുമായിരുന്നു ഈ കൊച്ചെന്തു പോയി കാണിക്കണേന്നോർത്ത്. പിന്നെ
തിരിച്ച് വേഗം അടുക്കളയിലോട്ട് വന്ന് കൊഴുവ വെട്ടാനുണ്ടായിരുന്നു. അമ്മ ജോലിക്ക് പോയേക്കുവാണ്. നാൻസി കുഞ്ഞിനെ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പോയ ഗ്യാപ്പിൽ അവളെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ വേഗം വന്ന് ഇത് തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. കുറച്ച് അധികം സവോള, ഇതെനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. സവോള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒന്നുമില്ല, പൊടികളിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രം, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ തിരുമി പിടിപ്പിക്കണം. ഇതൊരു നമ്മുടെ കൊഴുവ സാധാരണ തോരനൊക്കെയല്ലേ വെക്കുന്നത്. ഞങ്ങൾക്ക് ഈ തോരൻ വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാട്ടോ. എന്നിട്ട് ഒന്നുമില്ല, നമ്മൾ ഈ വെള്ളമൊന്നും അധികം ഒഴിക്കുക, മെട തത്തി പൊത്തി അങ്ങ് അടച്ചു വെക്കുക. അതിനകത്തുനിന്ന് തന്നെ ഇച്ചിരി വെള്ളമൊക്കെ വരും. എന്നിട്ട് പയ്യാൻ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചു നോക്കുമ്പോൾ അധികം പൊടിപ്പിച്ച് കളയാണ്ടോ. ഒരു ഒറ്റ കുഴയും കുഴഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു പോകും. പയ്യെ സാവകാശം മിതുവായി ചെയ്യണം കേട്ടോ. ഭയങ്കര പെരുത്ത മഴ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. നാൻസിയാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴ പ്രമാണിച്ച് പ്ലേ സ്കൂൾ അവധിയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പരിപാടി നടക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അവളെ ഏട്ടൻ വല്ല നമ്മൾ തിരിക്കുകയില്ല. അങ്ങനെ ജെയ്സൺ വന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്മീൻ വറുത്തായിരുന്നല്ലോ, അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ അന്ന് 1/2 കിലോയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ 1 കിലോ വാങ്ങാമെന്ന് കരുതി ഞങ്ങൾ ചന്തയ്ക്ക് വന്ന കേട്ടോ. ചന്തയ്ക്ക് വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരാൻ നേരത്തെ ചന്തയ്ക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയില്ല, മീൻ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല സൂപ്പർ ചാളയാക്കി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തിളങ്ങുന്ന ചാളയായിരുന്നു. ചാള വാങ്ങണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉദ്ദേശം ഇതായിരുന്നു. നമുക്ക് ആ നങ്ക് മേടിച്ചാലോ ജയ്സ? ആ ചേച്ചിയുടെ കയ്യിൽ ജീപ്പേ കാണുമായിരിക്കും. 1 കിലോയ്ക്കാ 1/2 കിട്ടുമോ? അര മതി ചേച്ചി, അത് മതി. ഈ നങ്കെന്നാട്ടോ ഞങ്ങൾ ഇതിനെ പറയണത്. ഇത് കടലിലെ ആയതുകൊണ്ട് ഈ മാന്തളം എന്നൊക്കെയാണ് കുറെ പേര് പറയുന്നത്. മറ്റേ കായലിലെ ആണെങ്കിൽ ചെറുതായിരിക്കും നങ്ക. അത് വറുത്താൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ 1/2 കിലോ, സാധാരണ ചന്തയിൽ 1 കിലോത്തിന്റെ കണക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി തരാമെന്ന് പറഞ്ഞ് 1/2 കിലോത്തിന്റെ തന്നതാട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കണ്ട നാൻസി അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ബേക്കറി കയറിയായിരുന്നു നാരങ്ങളും കുടിക്കാൻ. അപ്പോൾ അവിടുത്തെ മൈസൂർ പാക്ക് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ഭയങ്കര രുചി വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇത്തവണത്തേന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടപ്പോഴാണ് ബാക്കിയുള്ള മൈസൂർ പാക്ക് അവിടെ വെച്ച കാര്യം വരെ ഓർത്തത്. നല്ല ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേ അതിനെ കാലിയാക്കിയേനെ. പിന്നെ നമ്മുടെ കറി ഇതേ നാൻസി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വെച്ചിട്ട് പോയേക്കുമായിരുന്നു കൊഴുവ. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇച്ചിരിയും കൂടി വേണമെങ്കിൽ മുരിക്കാം കേട്ടോ. അത്രയ്ക്കൊന്നും മുരിക്കുന്നില്ല. അപ്പം ചെമ്മീൻ വറുക്കാനായിട്ട് വേഗം ഉള്ളിയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അത് പേസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അതിനുള്ള പേസ്റ്റ് നാൻസി ഉണ്ടാക്കുവാണ്. ജേസൺ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ജേസനാണ് എന്താണെന്നറിയില്ല, സാധാരണ പുള്ളി ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ മെയിൻ ആളാണ്. ചെമ്മീനോട് എന്താണ് ഈ ഇടയ്ക്ക് ഇത്ര ഇഷ്ടമെന്നറിയില്ല. ഇത് കറി വെച്ച് കൊടുത്താലൊന്നും അല്ല കേട്ടോ മെയിൻ ഇഷ്ടം. ഇതിങ്ങനെ വറുത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചുമ്മാ കപ്പലണ്ടി കുറയ്ക്കണ പോലെ കുറച്ച് തിന്നാനായിട്ട്. പക്ഷെ ചെമ്മീനൊന്നും അധികം അത്ര കൂട്ടറോ നല്ലതല്ലല്ലോ. അങ്ങനെ ചെമ്മീൻ വറുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നേ ഡൈയിൻ്റെ കളർ മേടിക്കാനായിട്ട്, നമുക്ക് തുണിയിൽ മുക്കാനായിട്ടേ. അങ്ങനെ കടം കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും കടം കളർ നല്ലതാണ്, എല്ലാത്തിലും ചോറച്ചറ്റിലൊക്കെ മുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇത്. അതിനവിടെ ഡൈ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു 5 സാഷയുണ്ട്. പിന്നെ കളറ് 10 എണ്ണം കേട്ടോ. വയലറ്റ്, ഓറഞ്ച്, റെഡ്, അങ്ങനെ ഒത്തിരി നല്ല ഡൾ കളറും അതിനകത്തുണ്ടായിരുന്നു. നാൻസി പറഞ്ഞ ഇച്ചിരി വൈബ്രന്റ് കളേഴ്സ് ഇരിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ വൈബ്രന്റ് ആയിട്ടുള്ള 10 കളറിൻ്റെ ഇതാണ് മേടിച്ചത്. 322 രൂപയായിരുന്നു കേട്ടോ. അതിനകത്ത് യൂസർ മാനുവലൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇനി വരുന്നത് കുറച്ച് ഡൈയിൻ്റെ പരിപാടിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര അക്രാന്തമുത്തിരിക്കുക അതൊന്നും ചെയ്യാനായിട്ട്. ഈ 2 ദിവസമായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ വന്നതാണ് നമ്മുടെ ഓർഡർ. അങ്ങനെ നമ്മുടെ ആ സമയം കൂടി ചെമ്മീനൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തലയും കൂടി കൂടുതൽ വറുത് കേട്ടോ. തലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ചെമ്മീന് മീറ്റിനേക്കാൾ ടേസ്റ്റ് തോന്നുമായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം വറുത്ത സെക്ഷൻ തന്നെ പുള്ളി കൊണ്ടുപോകാൻ നിൽക്കുവാണ്. അതിനകത്തുനിന്ന് നാൻസി വേഗം ചോറുണ്ണാനായിട്ട് അവക്കുള്ളത് പെറുക്കിയെടുക്കുവാണ്. അതിനിടയിൽ നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നു ഈ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്തെ സാധനം ഫുൾ അഴിച്ച് മാറ്റിയിട്ടെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാൻസി ഇങ്ങനെ ഓങ്ങി നടക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ആ സാധനം ഇല്ലേ, അവളിപ്പോൾ ബ്രഷ് ഇട്ടേക്കണ സ്ഥലം കണ്ടില്ലേ, അത് മാത്രം പൊക്കിയിട്ട് നമ്മൾ ഈ വലിയ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് തിരിച്ചു നോക്കിയിട്ട് പറ്റുന്നില്ല. അതെന്തോ അനങ്ങുന്നേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും ദൈവമേ, എന്താണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതല്ല. എന്നാൽ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ ഈ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന ഒരു പൗഡറും ഉണ്ടായിരുന്നു. ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഏത് സിനിമ കാണാൻ പോകാനാ. കൽക്കി. ഇപ്പൊ സമയം 5:45, ഷോ 6:45, 7:45, 8:45, 9:45, 10 മണി. 10 മണിയാകുമ്പം വീട്ടിൽ വരാം. ആർ യു റെഡി? ഉള്ളൊഴുക്കിൻ്റെ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഉള്ളൊഴുക്കിൻ്റെ റിവ്യൂ നോക്കാം. 6:30 എത്ര സീറ്റ് ഉണ്ടോ നോക്കട്ടെ.
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കണ ഇരിപ്പിലാണ് തീരുമാനിക്കുന്നത്. 6 മണിയാകാറായിട്ടുണ്ട്. കൽക്കി എന്നുള്ള സിനിമ എന്തോ ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ പേര് പോലും ശരിക്കും അറിയാണ്ട് ഇറങ്ങി പുറപ്പെട്ടതാട്ടോ. അമിതാഭ് ബച്ചൻ ഉണ്ട്, കമലഹാസൻ ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ റിവ്യൂ നോക്കിയപ്പോൾ ബ്രഹ്മാണ്ഡ പടം, എന്നടാ പെണ്ണ് വെച്ചിരിക്കാന്നൊക്കെ അത്ര കേട്ടുള്ള കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ ഇറങ്ങി ഓടി. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തി കേട്ടോ. ജേസൺ ആദ്യമേ വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ദാണ്ട വന്യ പുള്ളി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിനകത്തുള്ള മെയിൻ ആൾ അമ്മയാണ്. അമ്മ വന്നില്ല. അമ്മയാണെങ്കിൽ ഒരു ശവാളൊക്കെ ഉണ്ടായിരുന്നു വീടിനടുത്ത്, അതിവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ആ പ്രാർത്ഥനയ്ക്ക് പോയേക്കുമായിരുന്നു. ആ അമ്മ പോയ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഇത് കാര്യം കേൾക്കണതും പെട്ടെന്ന് അപ്പം തന്നെ കാണാം. കാരണം നാളേക്ക് വെച്ചാലൊന്നും അതിന്റെ പോക്ക് നടക്കില്ല. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ നാൻസി വളരെ ബിസി ആയിരിക്കും, ഇനി ഈ സിനിമ കാണാൻ നടക്കില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. അമ്മയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കൊള്ളാടി എന്നെ കൊണ്ടുപോയില്ല. സ്ഥിരം ഞങ്ങള് 3 പേരും കൂടിയാണ് പോണത് കേട്ടാ. വേറെ ആരും വന്നില്ലല്ലോ, ഞാനും അമ്മ നാൻസിയും പോകും. 9:58. ആ ഇത് നല്ല അവക്കാടോ ആകണേ. ഇതിനെ പഴുത്തിട്ടില്ലേ? ഇത് മൂഞ്ചിയെന്നാ തോന്നണത്, പഴുത്തിട്ടില്ല. കായായിട്ട് പിന്നെ വെട്ടിക്കുന്ന പിന്നെ എങ്ങനെ? കായോട്ടൊന്നും ഞാൻ വെട്ടിയിട്ടില്ല. പഴുത്തില്ലടാ, ഇല്ല. ഇവിടെ അരിക്കാലത്ത് വെച്ച് പഴിപ്പിക്കേണ്ടതായിരുന്നല്ലേ. എല്ലാം പറഞ്ഞ പഴുത്ത് കിടക്കുന്നു. പണ്ട് ഞാൻ ടീച്ചർ ഇങ്ങനെ കൈകൊട്ടണമെന്നാണ് ഒച്ച കേൾക്കാതിരിക്കാൻ ഇങ്ങനെ കൈകൊട്ടണമെന്ന് നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഒരെണ്ണം കാണിക്കണ കണ്ട വേഷം കെട്ടി. ഇടി പെണ്ണെ അടക്കണ ഫ്രിഡ്ജ്. ജയ്സ ചോറെടുക്കട്ടെ. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് നമ്മള് ജയ്സൺ വന്ന വഴിക്ക് നമുക്ക് കുഴിമന്തി മേടിച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. പക്ഷേ വീട്ടിൽ നല്ല മീൻകറി അമ്മ വെച്ചിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ മീൻകറിയും ചെമ്മീനും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചിങ്ങി പോന്നു കേട്ടോ. വീട്ടിൽ വന്ന് റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ആട്ടോ ശരിക്കും സിനിമയുടെ കഥ മനസ്സിലാകുന്നത്. ആദ്യ ഭാഗം ഭയങ്കര ബോറായിരുന്നു, പക്ഷെ 2ാം ഭാഗം നല്ല രസമുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസമായി എനിക്ക് ബാങ്കിൽ പോകണമായിരുന്നു. കാരണം നമ്മുടെ വീടിന്റെ പണി ബാക്കി നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പൈസ വേണം. അതിന് സ്വർണ്ണം പണയം വെക്കണം. അതിനുവേണ്ടി ഇറങ്ങിയതാട്ടോ. രാവിലെ തന്നെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് വേണം നമുക്ക് ടൈൽ. ബാങ്കിൽ നിന്ന് വന്നപ്പോ ഇറങ്ങിയേക്കുവാണ്. ഞങ്ങൾ ബീച്ചിൽ വന്നപ്പോഴാണ് ഇവക്ക് വിശ്വാസമില്ലായിരുന്നു. കുട പിടിച്ച് ഇവിടെ കുറെ പേര് ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവക്ക് വിശ്വാസമില്ല. ഇവിടെ കാണിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അയ്യോ കൊടകൾ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ കസേരയിലും ഓരോ കുട പിടിച്ച് മിഥുനങ്ങൾ ഇരിപ്പുണ്ട്. ഇപ്പൊ ആരും മറ്റേ ബ്രോഡ്വേലല്ലേ, എന്താ സ്ഥലത്തിന്റെ പേര്? എറണാകുളത്താ. എന്താ പേര് അതിന്റെ? അങ്ങോട്ടേക്ക് പോകണ്ട. ഇപ്പൊ എല്ലാരും വൈക്കം ബീച്ചിലോട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ പണയൊക്കെ ശരിക്കും പറഞ്ഞ ബാങ്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് പല പല സംശയങ്ങളാണ്. ദൈവമേ എന്നെ വല്ലതും തട്ടിക്കൊണ്ട് പോകുമോ, എന്റെ കയ്യിരിക്കണ പൈസ പോകുമോ, അങ്ങനെ പല പല ചിന്തകളിലാണ് ഞാനിവിടെ വന്നത്. തുണിയൊക്കെ ഉണക്കാനായിട്ടിട്ടേക്കോണെ ഇച്ചിരി വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇതൊക്കെ ഉണക്കി ഒന്ന് മാറണം. ഞങ്ങൾ വേഗം ഒന്ന് ടൈല് വാങ്ങാൻ വേണ്ടി പോകുക കേട്ടോ. ഈ ഫുള്ളും പണിയാൻ കഴിഞ്ഞിട്ട് ഫുള്ളും വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചാൽ ഒരു ഫ്രഷ് ലുക്ക് വരുള്ളൂ. അങ്ങനെ നമ്മൾ ടൈല് കടയിൽ ചെന്നു. ഈശ്വരാ നല്ല ഭംഗിയുള്ള ടൈലുകൾ, എന്ത് രസമാണ് കാണാനായിട്ട്. ഞങ്ങൾ ഇങ്ങനെ ദൈവം അവിടെ നിന്നിട്ട് നമ്മുടെ താഴത്തെ ടൈലെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയതിട്ടാലോ ഒന്ന് ആലോചിക്കുമായിരുന്നു. അതാലോചന മാത്രമേ ഉള്ളൂ, അതിനുള്ള വകുപ്പില്ല. നല്ല ഭംഗിയുള്ള ടൈലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കളർ സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇതാണ് സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നത്. അങ്ങനെ അതിന്റെ സെലക്ഷനൊക്കെ ഇങ്ങനെ കൊടുമ്പിരിയോട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് മുറിയിലോട്ടും ഹോളിലോട്ടും ഒക്കെ സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സിറ്റൗട്ട് പോലെ വരുന്നുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെടുക്കും എന്നൊക്കെയുള്ള ആകെപ്പാടെ സംശയമാണ്. പിന്നെ ബാത്റൂമിലോട്ട് ഗ്രിപ്പ് ഉള്ളതൊക്കെ വേണം. ഇത് അങ്ങനെ ഞങ്ങൾ വാങ്ങി ഇറങ്ങി. ഞങ്ങളുടെ വീട്ടിലെ കണക്കപ്പിള്ള ജെസ്സിയമ്മയാണ് കേട്ടോ. ജെസ്സിയമ്മ ഒരു ബില്ല് നോക്കി എന്തെങ്കിലും തെറ്റുകൂറ്റി അമ്മ കണ്ടുപിടിച്ചിരിക്കും. അമ്മ ശരിക്കും എല്ലാം വിലയിരുത്തുന്ന ആളാണ് കേട്ടോ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞ ഉട്ടായപ്പിന്റെ ആളാണ്. ബില്ലൊക്കെ അപ്പളം എടുത്ത് ദൂരോട്ട് കളയാം. അമ്മ എല്ലാം സൂക്ഷിച്ചു വെക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഇന്നലെ നമ്മുടെ അവക്കാടോ നമ്മളെ പറ്റിച്ചില്ലേ. ഇന്നിപ്പോ തൽക്കാലത്തേക്ക് ഇന്നും പഴുത്തിട്ടില്ല. ഞങ്ങളത് മുറിച്ചതൊരു പെട്ടിക്കകത്തിട്ട് വെച്ചേക്കുവാണ്. അത് ചീഞ്ഞു പോകുമെന്നാണ് തോന്നണത്. പിന്നെ നമ്മുടെ ഷാർജ ഷേക്ക് ആയാലോ എന്ന് കരുതി ഞാൻ പാലിട്ട് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടൈലൊക്കെ വന്നു കേട്ടാ. ഇതുപോലെ ഞാൻ കുത്തി ഞങ്ങളുടെ ഒരു പാത്രം, സ്റ്റീലിന്റെ പാത്രം തുളയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി കുത്തി തുളയിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അമ്മ ശരിയാക്കുമെന്നാ പറഞ്ഞേക്കണം. എല്ലാം നമ്മളെ ഈ കട്ടയായിട്ടിരിക്കുമല്ലേ പാല്, നമ്മൾ തിളപ്പിച്ചിട്ടാണ് ഷേക്ക് ഉണ്ടാക്കാൻ വെക്കുന്നത്. അപ്പൊ പാത്രത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് അതേപടി കയറ്റും ഫ്രിഡ്ജ്
ഫ്രിഡ്ജിലിട്ട് കട്ടയാകാനായിട്ട്. കട്ടയായി കഴിയാൻ നേരത്ത് ഇതുപോലെ ഇറക്കിയിട്ട് ഈ കുത്തോട് കുത്താം. കുറച്ചു നേരം അത് അലക്കാൻ സമയം കൊടുത്താലും മതി, പക്ഷെ അതിനുള്ള നേരെയില്ല. ഒരു തവണ കുത്തിയപ്പോഴത്തേക്കും കുഴിയിലോട്ട് ചെന്നു നമ്മുടെ ഇത്. പാത്രത്തിന് ഒരു ഊട്ട വേണ്ടിണ്ട്, കത്തിക്കല്ലേ കുത്തണത്. ഞാനിച്ചാണെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഓങ്കാര ശങ്കിലാണ് പാടണത്. ഈ മിക്സി അരയ്ക്കാൻ നേരത്തെ എന്തോ ആ പാട്ട് മനസ്സിലോട്ട് വരും. അങ്ങനെ നമ്മുടെ ഷാർജ ഷേക്കൊക്കെ റെഡി. ഷാർജ ഷേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. ശരിക്കും പണ്ട് അമ്മയായിട്ട് എപ്പോഴും കടയിൽ പോകുമ്പോൾ അമ്മ മേടിച്ചു തന്നോണ്ടിരുന്ന സാധനമായിരുന്നു ഇത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനിയുള്ളൊരു ഒരാഴ്ച നാൻസിക്ക് വളരെ വിലപ്പെട്ടതാണ്, ഞാൻ വ്ളോഗിൽ കാണിക്കാം കേട്ടോ.